ചിറക്കാക്കോട് സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ സഹായമെത്രാൻ ഇടവക സന്ദർശനം നടത്തി. ചിറക്കാക്കോട് സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൂദ തദ്ദേവൂസിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ ഇടവക സന്ദർശനം നടത്തി. അന്നേ ദിവസം രാവിലെ 7 മണിക്ക് ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് സഹായമെത്രാൻ അഭിമന്യ മാർ ടോണി നീലങ്കാവിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. ആഗസ്റ്റ് 15-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. വികാരി ഫാദർ അലക്സ് മരുട്ടിക്കൽ, തിരുനാൾ കൺവീനർ ജോൺസൺ ചെറിയത്ത് മഞ്ഞിയിൽ, കൈക്കാരന്മാരായ രാജൻ കുഴിക്കോട്ട പടിഞ്ഞാറേതിൽ, ബിജു എലവുത്തിങ്കൽ, ഷാജി കുന്നുംപുറം എന്നിവർ ഇടവക സന്ദർശനത്തിന് നേതൃത്വം നൽകി. കൂടെ കർത്താവിന് നന്ദി പറയുകയും മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരൻ സ്നേഹിതരും സഹോദരരെ, വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. എനിക്ക് സാധിക്കുന്നു ഈ ഇടയ സന്ദർശനത്തിന്റെ ദിവസത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഇടയ മനോഭാവത്തിലേക്ക് വളർന്നു വരുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. നമ്മളൊരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ഈ ഇടയധർമ്മം തന്നെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു ഇടവക കൂട്ടായ്മ എന്ന നിലയിൽ നമ്മുടെ ചുറ്റുമുള്ളവരോട് കരുതലുള്ളവരാണ് നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയൊക്കെ നമ്മുടെ ജീവിക്കുന്ന പ്രദേശങ്ങളിലുള്ള അശരണരായിട്ടുള്ള എല്ലാവരെയും അത് ജാതിയും അതൊന്നും നോക്കാതെ തന്നെ ശുശ്രൂഷിക്കുന്നത് അതും ഈ ഇടയ ധർമ്മത്തിൻ്റെ ഒരു പരികർമ്മം ചെയ്യലാണ്. അതുകൊണ്ട് ഈ ഇടയ സന്ദർശനം വാസ്തവത്തിൽ ഇവിടെ വരുന്ന മെത്രാന്റെ സന്ദർശനം എന്നതിനപ്പുറത്ത് ഇത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ തന്നെ സന്ദർശനമാണ്. നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചത് ഞാൻ നല്ല ഇടയനാണ് എന്നാണ്. ഈ സുവിശേഷം വായിച്ച ഞാൻ എന്ന് പറയുന്ന ഈ ടോണി മെത്രാനല്ല, ടോണി പിതാവല്ല, ഈശോ ആണ് പറഞ്ഞത്. ഈശോ ആണ് നല്ല ഇടയൻ. ഈ നല്ല ഇടയനായ ഈശോ ഇന്ന് തന്റെ ഇടയധർമ്മം പ്രവർത്തിക്കുന്നത് ആരിലൂടെയൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം കരുതലുള്ളവരാകുന്ന ആ കൂട്ടായ്മയിലാണ് കർത്താവ് സന്നിഹിതനാകുന്നത്.